മാർഗമായ ജീവിതം വഴി മിഷണറിമാരുടെ മധ്യസ്ഥയായി മാറിയ പുണ്യവതിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ആദ്യമേ തന്നെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊള്ളുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കുറിച്ച് നാം ഓരോരുത്തർക്കും അറിയാമല്ലോ. ഈശോയുടെ ചെറുപുഷ്പം എന്ന പേരിൽ അറിയപ്പെടുന്ന അവൾ നമ്മുടെ സ്കൂളിന്റെ മാധ്യസ്ഥ കൂടിയാണ്. 1873 ജനുവരി 3 ലൂയി മാർട്ടിന്റെയും സെലിൻ ഗുരിന്റെയും 9ാമത്തെ മകളായാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവിക കാര്യങ്ങളിൽ അവൾ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. 4ാമത്തെ വയസ്സിൽ തെരേസായുടെ അമ്മ മരണപ്പെട്ടു. വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ 15ാമത്തെ വയസ്സിൽ 2 സഹോദരിമാരോടൊത്ത് മഠത്തിൽ ചേർന്നു. കാർമലൈറ്റ് നിഷ്ഠയുടെ ചട്ടമായ നിയമങ്ങൾ മുടക്കം കൂടാതെ പാലിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യ പുതിയതായി മഠത്തിൽ ചേർന്നവരെ തന്റെ എളിയ മാർഗം പഠിപ്പിക്കുവാൻ ഒട്ടും മടി കാണിച്ചിരുന്നില്ല. ഈശോയുമൊത്തുള്ള തെരേസായുടെ ബന്ധം ഏറെ കുട്ടിത്തം നിറഞ്ഞതായിരുന്നു. കർമ്മലൈറ്റ് സന്യാസിമാരുടെ മിഷണറി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ തെരേസ ഏറെ താല്പര്യപ്പെട്ടിരുന്നു. സാധാരണ ദൈനംദിന ജോലികൾ ചിട്ടയോടെ ചെയ്തും ദൈവത്തിന്റെ പരിപോഷണത്തിലും കാരുണ്യ സ്നേഹത്തിലും നിഷ്കളങ്കമായ കുഞ്ഞിനെ പോലുള്ള മനോഭാവത്തിലും അവൾ വളർന്നു വന്നു. അങ്ങനെ വിശുദ്ധിയുടെ ഉന്നത ശ്രേണിയിലെത്തി. ഏറെ നാളുകൾ കഴിഞ്ഞുപോയി. ഒടുവിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ 24ാമത്തെ വയസ്സിൽ കുഷ്ഠരോഗം പിടിപെട്ട് ഇഹലോകവാസം വെടിഞ്ഞു. ഒരു ആത്മാവിന്റെ കഥ എന്നാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ആത്മകഥയുടെ പേര്. അത് ഇന്നും ഏറെ പ്രസിദ്ധമാണ്. അത് ഏറെ പേരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഇടയായിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു. 1925 വിശുദ്ധ കൊച്ചു ത്രേസ്യയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് നയിച്ചത്. അങ്ങനെ ഒരു മിഷണറി ആകാൻ ഏറെ ആഗ്രഹിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യയെ 11ാം പിയൂസ് പാപ്പ 1928 മിഷണറികളുടെ മാധ്യസ്ഥയായി പ്രഖ്യാപിച്ചു. ചെറുപ്പത്തിൽ തന്നെ നല്ലവനായ ദൈവത്തിന് താൻ ഒന്നും നിഷേധിച്ചിട്ടില്ല എന്ന ബോധ്യത്തിൽ ആധ്യാത്മിക ജീവിതം കരുപിടിപ്പിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കുഞ്ഞുമക്കളിൽ ദൈവസ്നേഹത്തിന്റെ വാടാമലരുകൾ നിറയ്ക്കണമേ. ഏറെ ബുദ്ധിമുട്ടുകൾ സഭ നേരിടുന്ന ഈ കാലയളവിലും അങ്ങയുടെ റോസാ പുഷ്പങ്ങളുടെ പരിമളം ഞങ്ങളിൽ നിറയ്ക്കണമേ. നമുക്ക് ഏവർക്കും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.